അല്ല മോളെ, നീ ഇനി എപ്പോഴാണ് തിരിച്ചു പോണത്? അതിന് ഞാൻ തിരിച്ചു പോകാനായിട്ടല്ലല്ലോ വന്നത്. കൊച്ചേ, നീ ഇപ്പം വന്നിട്ടേ 1 മാസത്തോളം ആവണുണ്ട്. ആൾക്കാർ അതും ഇത് ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിനെല്ലാം ഉത്തരം പറയേണ്ടത് ഞാനാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തീർത്തിട്ട് നീ തിരിച്ചു പോവാൻ നോക്ക്. പറഞ്ഞു തീർക്കാനോ? ഉമ്മ ഇതെന്തറിഞ്ഞിട്ടാണ് ഈ പറയണത്? കല്യാണം കഴിഞ്ഞ അന്ന് തൊട്ട് എന്നെ ചതിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ കൂടെ ഞാൻ വീട്ടിൽ പോകണമെന്നാണ് അമ്മ പറയണത്. ആണുങ്ങളാകുമ്പോൾ അങ്ങനെയൊക്കെ പറ്റിയെന്നിരിക്കും. അതൊക്കെ നേരെ ആക്കേണ്ടത് നമ്മൾ പെണ്ണുങ്ങളാണ്. അല്ല, നിന്റെ കുഞ്ഞ് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തെന്ന് വെക്കും, നീ എന്താ നിന്റെ കുഞ്ഞിനെ എടുത്തങ്ങ് കളയോ? പറഞ്ഞ് മനസ്സിലാക്കാനല്ലേ നോക്കുള്ളൂ. അത്രേ ഉള്ളൂ ഇതും. അതിന് അയാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കുഞ്ഞൊന്നും അല്ലല്ല. അയാൾ ചെയ്ത തെറ്റ് അത്ര ചെറിയ തെറ്റുമല്ല. എന്നെയും എൻ്റെ കുഞ്ഞിനെയും മറന്നിട്ട് വേറൊരുത്തിൻ്റെ കൂടെ പോയ അയാളുടെ കൂടെ ഇനി എങ്ങനെ ജീവിക്കണമെന്നാണ് ഉമ്മ പറയണത്? എനിക്ക് എന്തായാലും അതിന് പറ്റില്ല. ഞാൻ എന്തായാലും ഡിവോഴ്സ് ഫയലുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ഡിവോഴ്സോ? നിന്റെ വാപ്പ പറഞ്ഞ നിന്നെ കൊല്ലുന്നില്ല. നീ ആ കുഞ്ഞിനെ കുറിച്ചൊന്ന് ആലോചിച്ച. നീ ഇതെല്ലാം കുട്ടിക്കളിയെന്നാണോ നിന്റെ വിചാരം? എല്ലാം ഞാൻ നന്നായിട്ട് ആലോചിച്ചിട്ട് തന്നെയാണ് ഈ തീരുമാനം എടുത്തത്. അല്ല, മോളിവിടെ ഉണ്ടല്ലേ? കുറെ ഇങ്ങോട്ട് കയറണമെന്ന് വിചാരിക്കും. ഓരോരോ തിരക്കുകളാണ്, അതുകൊണ്ട് ഇങ്ങോട്ട് കയറാനും പറ്റുന്നില്ല. ഇന്നാണ് ഇതുവഴി പോയപ്പോൾ ഞാൻ വിചാരിച്ചു മോളെയും കണ്ടിട്ട് അങ്ങ് തിരിച്ച് കുറേ നാളായിട്ട് കണ്ടിട്ട് ഇപ്പൊ ഇവിടെ തന്നെ ഉണ്ടെന്ന് അറിഞ്ഞ് അങ്ങനെയാണ് ചേച്ചി വന്നത്. മോക്ക് സുഖല്ലേ? ആ സുഖ ചേച്ചി. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. അല്ല, ഇപ്പൊ മോള് വന്നിട്ട് 1 മാസത്തോളം ആയില്ല. തിരിച്ചു പോണില്ലേ? ഇപ്പൊ ജോലിയൊക്കെ ഉണ്ടായിരുന്നില്ലേ? ജോലിക്ക് പോണില്ലേ? ഞാൻ ജോലിക്കൊക്കെ പോണുണ്ട്. പിന്നെ ഇപ്പൊ ഒരാഴ്ചത്തേക്ക് വർക്ക് ഫ്രം ഹോമാണ്. പോയിട്ട് വരാനായിട്ട് നല്ല ദൂരം ഉണ്ടല്ലോ, അതുകൊണ്ട് എന്തായാലും ഉടനെ പോകും. മോളെ ഭർത്താവ് എവിടാ? അന്ന് കല്യാണത്തിന് ഞാൻ കണ്ടിട്ട് പൂരം മിന്നായം പോലെ ഒന്ന് കണ്ടതാണ്. പിന്നെ കണ്ടില്ലല്ലോ. ഇവിടെ വന്നില്ലേ? ഇവിടെ ഒന്ന് കാണാനില്ലല്ല. ഹസ്ബൻഡ് അവന് ലീവൊന്നും ഇല്ലെന്ന്. അവന് പിന്നെ ഭയങ്കര ജോലിയല്ലേ അവിടെ. ലീവൊന്നും അങ്ങനെ ഇങ്ങനെ കിട്ടൂലേ. എപ്പോഴും തിരക്കാണ്. പിന്നെ എങ്ങനെയാണ് അവ ഇവിടെ വന്ന് നിൽക്കണത്? അപ്പൊ മോളിനി എന്നാ തിരിച്ചു പോണത്? അവിടെ അടുത്ത ആഴ്ച പോവും അല്ലേ? അടുത്ത ആഴ്ച പോവും. ഉമ്മ, എന്തിനാ അമ്മ ഇങ്ങനെ കള്ളം പറയണത്? എത്ര നാളത്തേക്ക് ഇങ്ങനെ മൂടി വയ്ക്കാൻ പറ്റും? എന്ത് മോൾ ഇങ്ങനെയൊക്കെ പറയണ? അല്ല മോളെ അവനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാ? അതെല്ലോ, പ്രശ്നമുണ്ടല്ലോ. കല്യാണം കഴിഞ്ഞ പെൺകുട്ടികളെ വീട്ടിൽ വന്ന് 1 മാസത്തോളമൊക്കെ ഒന്ന് നിൽക്കുമ്പോഴത്തേക്ക് ഈ അയൽക്കാർക്ക് അറിഞ്ഞല്ലോ ഭയങ്കര വെപ്രാളം. കാര്യം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതേപോലെ ചേച്ചിക്കും ചെറിയൊരു വെപ്രാളം തോന്നിയല്ലേ? അതുകൊണ്ടാണല്ലോ ഇങ്ങോട്ട് വന്നത് തന്നെ. എന്തായാലും ചേച്ചിക്ക് സന്തോഷമുള്ളൊരു കാര്യം പറയാം. ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചു. എന്തായാലും നാളത്തെ ചൂടൻ വാർത്തയാവട്ടെ. ചേച്ചിക്ക് പുറത്തൊക്കെ കയറുമ്പോ എല്ലാവരുടെ അടുത്തൊന്ന് പറയാലോ. അയ്യോ, ഡിവോഴ്സാ? ഈ ഡിവോഴ്സ് എന്ന് പറയുന്ന ബന്ധം വേർപെടുത്തുന്ന എന്തൊരു സംഭവമല്ലേ? അല്ല, ചേച്ചിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നോന്ന് തോന്നണല്ലോ. ഞങ്ങൾ തമ്മിൽ പിരിയണമെന്ന് പറഞ്ഞോണ്ടേ. എന്തായാലും ചേച്ചിക്കൊരു ചൂടൻ വാർത്ത കയ്യിൽ കിട്ടി. ഇനി എന്തായാലും പബ്ലിസിറ്റി ആക്കാം. അതാണല്ലോ വേണ്ടത്. മോളെ, നീ ഒന്നും മിണ്ടാതിരിക്ക്. എന്തിനാ ഞാൻ മിണ്ടാതിരിക്കണ ഉമ്മ? ഞാനിപ്പൊ ഇത് പറഞ്ഞില്ലെങ്കിൽ ഓരോരുത്തരായിട്ട് ഈ വീട്ടിൽ നിന്ന് കയറി വരും. ഉമ്മ ഇനി പുതിയ കഥകൾ ഇങ്ങനെ മെനങ്ങി കഷ്ടപ്പെടേണ്ടി വരും. ഇതാകുമ്പോ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ ഒരാൾ മുഖാന്തരം എല്ലാവരും ഒന്ന് കേട്ടോളല്ലോ. എന്തായാലും ചേച്ചി, കാരണമൊന്നും ഞാൻ പറയണില്ല. കാരണമൊക്കെ ചേച്ചിക്ക് ഇഷ്ടം പോലെ എന്തോന്ന് വെച്ചാൽ പൊടിപ്പും തൊങ്ങലൊക്കെ വെച്ചിട്ട് നല്ലൊരു കഥ ഒന്ന് അവതരിപ്പിക്കാം. അതാണല്ല വേണ്ടത്. ഞങ്ങള് പോണേ. ഈ അഹങ്കാരം കൊണ്ടല്ലേ അവൻ കളഞ്ഞിട്ട് പോയത്. പക്ഷെ അഹങ്കാരം പിന്നെ ഗിരിജേച്ചി, ആ ഖദീജ അമ്മാരെ മോളെ വീട്ടിലുണ്ടല്ലേ? അവിടെ ഒരു കാറ് കിടപ്പുണ്ടല്ല.
അത് ആരുടെ കാറാണ്? ആ കാറ് ഇടയ്ക്കിടയ്ക്ക് അവിടെ കാണാറുണ്ട്. വരും. കുട്ടികളൊക്കെ കളഞ്ഞിട്ട് പോയതല്ലേ, ഇതൊക്കെ കൊണ്ടായിരിക്കും. ഉള്ളതാണോ ചേച്ചി ഇത്? അതേന്ന് നിനക്ക് കണ്ടിട്ട് മനസ്സിലായില്ലേ? ഈ ഗിരിജ അങ്ങനെ കള്ളം പറയണോളല്ല. നാട്ടുകാരുടെ അടുത്ത് തിരക്കിയാൽ മതി, അപ്പൊ മനസ്സിലാവും. ഞാൻ വന്നത് എനിക്കിന്ന് ഈ ഫയൽ എനിക്കൊന്ന് അതിൽ സൈൻ ചെയ്താൽ രണ്ടു പേപ്പറിലെ അതൊന്ന് സൈൻ ചെയ്തിട്ട് തന്നു. ഇന്ന് സബ്മിറ്റ് ചെയ്യാനുള്ളൂ. ഓ, അതൊന്നും കുഴപ്പമില്ല സാറേ. പേപ്പേഴ്സ് എല്ലാം ഓക്കെയാണ് സാർ. ഞാൻ എല്ലാം വായിച്ചു നോക്കി. ഓക്കെയാണ്. എന്തായാലും നമുക്ക് ഇതുമായിട്ട് മുന്നോട്ട് പോവാം. ഓക്കെ, താങ്ക് യു സാർ. ഞാൻ ഒപ്പിട്ടിട്ടുണ്ട്. ഓക്കെ ഓക്കെ എന്നാൽ താങ്ക്സ്. ഞാൻ കൂടെ വിളിക്കാം. അവനാണ് ആള്. ഇടയ്ക്കിടയ്ക്ക് അവിടെ വണ്ടിയും പോക്കും ഒക്കെ ഉണ്ടെന്ന് നോക്കിയാണ്. എവരെ കണ്ടിട്ട് തന്നെയാണ്. അതൊരു മൂഷയുടെ പെണ്ണാ. പിന്നെ അഹങ്കാരത്തിന് കയ്യങ്കാലം വെച്ച ഒരു മുതല് ചുമ്മാണ്. ആ ചെറുക്കനെ എവിടെ മനഃപൂർവ്വം കളഞ്ഞിട്ട് പോയത് എന്നെ ഉറപ്പാണ്. ഞാൻ കേട്ടതില്ലേ വായിന്ന്. ഓ, എന്റെ വായി പറഞ്ഞൊക്കെ കേൾക്കണം. ഓ, കാലം പോയൊരു പോക്കേ. മോളെ, എന്റെ അനിയത്തിയുടെ പഠിപ്പൊക്കെ ഇനി ഒരു തീരാറായി. ഇനി 1-2 മാസമൊക്കെ ഉള്ളൂ. അവൾക്ക് ഇനി ഒരു കല്യാണമൊക്കെ ആലോചിക്കണം. അങ്ങനെ കല്യാണമൊക്കെ നടത്തി അവളെ വിടാൻ സമയമായി. നീ എന്തൊന്നും മിണ്ടാത്തത്? എന്താ നിന്റെ ഉദ്ദേശം? എന്തുദ്ദേശം? പിന്നെ നീ ഇങ്ങനെ ഡിവോഴ്സൊക്കെ ആയി വീട്ടിൽ നിൽക്കണമെന്ന് അറിഞ്ഞാ എന്റെ കൊച്ചിന് നല്ലൊരു ബന്ധം വരൂല. നാട്ടുകാരെന്തെല്ലാം കഥകളാണ് മെനിങ്ങുണ്ടാക്കണേന്ന് അറിയാല. അതാണിപ്പോ ഉമ്മാക്ക് ആകെ ഒരു വിഷമായിട്ടിരിക്കുന്നത്. അതിന് ഞാനിപ്പോ എന്ത് ചെയ്യണം? ഈ വീട് വിട്ട് പോണോ? നീ എന്താ ഇങ്ങനെ കൊച്ചേ? ശരി, നീ വീട് വിട്ട് പോണോന്നൊന്നും അല്ല ഉമ്മ പറഞ്ഞത്. ഒരു നല്ലൊരു കല്യാണാലോചന വന്നിട്ടുണ്ട്. ചെറുക്കനൊരു 10-45 വയസ്സൊക്കെ വരും. ഒരു കൊച്ചുണ്ട്. നിനക്കൊരു കൊച്ചുണ്ടല്ലോ. അപ്പൊ രണ്ടുമൊക്കെ ആകുമ്പോ അങ്ങ് തട്ടിയും മുട്ടിയൊക്കെ അങ്ങ് പോവും. അപ്പം നമുക്കതങ്ങ് ആലോചിക്കാം. ഞാനത് നിങ്ങളടുത്ത് പറഞ്ഞ എനിക്കിപ്പൊ കല്യാണം കഴിക്കണമെന്ന്. എന്നെ ആരെങ്കിലും തലയിൽ കെട്ടിവെക്കണമെന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ. നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ ജീവിതകാലം മുഴുവൻ നീ അങ്ങ് ഒറ്റ നിലയിൽ ഇങ്ങനെ ജീവിക്കാനാണ് നിന്റെ വിചാരം? ആ കുഞ്ഞിനൊരു വാപ്പ വേണ്ടേ? അമ്മ, ഇനി ഇതും പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വരരുത്. എനിക്കൊരു കൂട്ട് വേണമെന്ന് തോന്നിയാൽ ഞാൻ നിങ്ങളോട് പറയാം, അല്ലെങ്കിൽ ഞാൻ തന്നെ തിരഞ്ഞെടുത്തോളാം. പിന്നെ എൻ്റെ അനിയത്തെ കെട്ടണവര് അത്ര മണ്ടന്മാരാണെങ്കിൽ അവളെ കെട്ടാതിരിക്കുന്നതാണ് നല്ലത്. നീ താത്താരെ കഥ അറിഞ്ഞിട്ടേ കെട്ടോളെങ്കിൽ അങ്ങനെ അറിഞ്ഞി കെട്ടണവര് വേണ്ടാന്ന് വെച്ചാൽ ആ കൊച്ചിന്റെ ജീവിതം അങ്ങനെ രക്ഷപ്പെടും. ഓഫീസിൽ പോയില്ലായിരുന്നു? ഞാനിത് ലീവായിരുന്നു. എനിക്കൊരു കൂട്ടുകാരിയുടെ വീട് വരെ പോണമായിരുന്നു. ലീവ് എടുത്തു. നീ എന്താ ഇവിടെ? ഞാൻ വെറുതെ കാണാനായിട്ട്. നിന്റെ വീട് ഇവിടെ? ഞാനിവിടെ അപ്പുറത്തല്ല താമസിക്കുന്നത്. നാളെ നീ ഫ്രീ ആണോ? എന്താ കാര്യം? നമുക്കൊരു സിനിമയ്ക്ക് പോയിട്ട് വരാം. എന്തായാലും രവേഴ്സൊക്കെ ആയി ആകെ വിഷമിച്ച് ഡിപ്രഷൻ ആയിട്ടിരിക്കല്ലോ, ഒരു റിയാക്ഷൻ ആവും. ഞാൻ ഡിപ്രഷൻ അടിച്ചിരിക്കണമെന്ന് നിന്റെ അടുത്ത് ആരാണ് പറഞ്ഞത്? നീ ഒരു കാര്യം ചെയ്യും. നിന്റെ വീട്ടിലെ വൈഫും കൊച്ചും ഒക്കെ ഫ്രീ ആണെങ്കിൽ നാളെ അവരെയും കൊണ്ട് സിനിമയ്ക്ക് പോകും. ഭാവിയിൽ അവർക്ക് ഡിപ്രഷൻ ഒന്നും വരാതിരിക്കണമല്ലോ. പിന്നെ ഞാൻ ഒരു കാര്യം ഞാൻ പറയണമെന്ന് വിചാരിച്ചതാണ്. നമ്മളെ ഓഫീസിൽ കുറച്ച് കാട്ടുകോഴികളെ രാത്രി മെസ്സേജ് അയക്കും, ഫോൺ വിളി. HR ഒരു പരാതി കൊടുത്താലെന്നത് ഞാനിങ്ങനെ ആലോചിക്കുന്നു. നിന്റെ അഭിപ്രായം എന്തോന്നാണ്? ഒരു കാര്യം ഞാൻ നീ പോവല്ലേ, ഞാൻ പോരാമേ. കൊറേ കോഴികൾ ഇറങ്ങിയിട്ടുണ്ട്. അവനെ പെട്ടിട്ട് പണി കൊടുക്കണം.
വിളിച്ചത്? നീ എന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? എന്താ കാര്യം? എന്റെ മോൻ എന്താ ഒരുമാതിരി ഇരിക്കണേ? ഞാൻ പറയാം, നീ കേറ്. എന്റെ അമ്മ വന്നിട്ടുണ്ട്, വാ. ആ, നിന്നെ കണ്ടിട്ട് കുറെ ആയല്ല. ജോലിക്കൊക്കെ പോണില്ലേ? ആ, ജോലിക്കൊക്കെ പോണുണ്ടമ്മ. അമ്മ, എനിക്കിത് പറ്റില്ല അവിടെ. എന്നെ കൂടെ ഒട്ടും പറ്റൂല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എല്ലാം കളഞ്ഞിട്ട് വരാൻ എളുപ്പമാണ്. അവസാനം നമ്മളെ ജീവിതമാണ് തൊലയണത്. കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചാലേ പറ്റുള്ളൂ. അമ്മ, എന്തറിഞ്ഞിട്ടാണ് അമ്മ ഈ പറയണത്? അവിടെ അവസ്ഥ ഒന്ന് മനസ്സിലാക്ക്, എന്നിട്ട് തിരിച്ചു പോകാൻ പറയൂ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എവിടെ കാര്യത്തില് നീ ഇടപെടരുത്. നീ നിന്റെ ഭർത്താവിനെ കളഞ്ഞിട്ട് വീട്ടിൽ വന്ന് നിൽക്കും പോലെ ബാക്കിയുള്ള പിള്ളേരെയും കൂടി ഭർത്താവിനെ ഇനി നശിപ്പിക്കണം. കളഞ്ഞിട്ട് വീട്ടിൽ വന്ന് നിർത്തിപ്പിക്കണം. അതാണല്ലോ നിന്റെ ആഗ്രഹം. അവളെ പോലെ എല്ലാ പെൺപിള്ളേരെ ആക്കിയെടുക്കണം. അതാണ് ഇങ്ങനെയുള്ള കൊറേണത്തിന്റെ ഉദ്ദേശം. അമ്മ, ഒന്ന് നിർത്തുന്നുണ്ടോ? വേണ്ടി അമ്മ പറയട്ടെ. അല്ലെങ്കിൽ നമ്മളെ സമൂഹത്തിന്റെ കുഴപ്പമാണത്. ഈ ഡിവോഴ്സ് എന്നൊക്കെ പറഞ്ഞാലേ എന്തോ വലിയ പാപം പോലെയാണ്. നമ്മളെല്ലാം സഹിച്ച് പുറത്ത് വീണ്ടും അവരോടൊപ്പം അങ്ങ് ജീവിക്കണം. അതാണ് ഈ സമൂഹം നമ്മളോട് പറയണത്. ചുമ്മാ അല്ല, എത്ര വിസ്മയമാരാണ് നമ്മളെ ഈ കൊച്ചു കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. അവരെല്ലാം അവരെ ജീവിതം അല്ല നോക്കണം. സമൂഹം, തൊട്ടടുത്ത അയൽക്കാര്, നാട്ടുകാരെന്ത് പറയും, ഇതെല്ലാം ആലോചിച്ചിട്ടാണ് നമ്മളെ ഉമ്മയും അമ്മയും ഒക്കെ ഇങ്ങനെ നീ സഹിച്ച് പുറത്ത് ജീവിക്കണമെന്ന് പറയണത്. പക്ഷെ അവർ മനസ്സിലാക്കണില്ല എന്ത് കഷ്ടപ്പെട്ടിട്ടാണ് ആ വീട്ടിലെ ഓരോ പെൺകുട്ടികളും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണെന്ന്. അമ്മയ്ക്ക് അറിയോ ഇവളെ എത്ര പ്രാവശ്യം ആത്മഹത്യക്ക് ഒരുങ്ങിയിട്ടുണ്ടെന്ന്? നിങ്ങൾ പലവട്ടം അവളെ ഫോണിൽ വിളിക്കാറുണ്ട്, കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. പക്ഷെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു പോസിറ്റീവ് പോലും അവൾക്ക് കിട്ടിയിട്ടില്ല. എല്ലാ സങ്കടങ്ങളും എന്നോടാണ് പറയണത്. മുമ്പൊക്കെ അവൾ ആരോടും ഒന്നും മിണ്ടില്ലായിരുന്നു. അപ്പൊ എനിക്കെന്തോ സംശയം തോന്നി. ഞാൻ ഡോക്ടറിനെ കൊണ്ട് കാണിച്ചു. അപ്പോഴാണ് അറിഞ്ഞത് അവൾക്ക് ഡിപ്രഷൻ ആണെന്ന്. ഇപ്പൊ അതിന്റെ ടാബ്ലറ്റ് എടുത്തോണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആരെങ്കിലും അറിയണുണ്ടോ അത്? ഇനി ഈ പോക്ക് പോവേണമെങ്കിൽ അവളെ ചിലപ്പോൾ നമുക്ക് കാണാൻ പോലും പറ്റിയെന്ന് വരില്ല. കൈവിടല്ലേ അമ്മ, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനൊന്ന് ശ്രമിക്കും. അവളെ കൊണ്ട് പറ്റില്ല ഇനി ആ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ. ഇപ്പൊ അവൾക്ക് UAE നല്ലൊരു ജോലി കിട്ടിയിട്ടുണ്ട്. അവള് പഠിച്ച് കഷ്ടപ്പെട്ട് നേടിയതാണ്. അതിനു പോലും അയാളെ വിടണില്ല. പാസ്പോർട്ടൊക്കെ കീറിക്കളയുന്നൊക്കെയാണ് പറയണം. പാവം, ആ സങ്കടം എന്നോട് പറഞ്ഞു. നിങ്ങളെ വീട്ടുകാരൊന്നിനും സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചതാണ് അമ്മയോട് സംസാരിക്കാൻ. പക്ഷെ അമ്മയുടെ ഭാഗത്തുനിന്ന് എനിക്ക് നല്ല രീതിക്ക് വിഷമം ഉണ്ടായി. എന്നാലും സാരമില്ല, അമ്മയ്ക്ക് ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇവരുടെ കൂടെ നിൽക്കണം. അവൾക്ക് എന്താണ് ആഗ്രഹം അത് സാധിച്ചു കൊടുക്കും. അവളുടെ ജീവിതത്തിന് വേണ്ടിയിട്ടാണ്. എല്ലാം സഹിച്ചും പുറത്തു നിന്നാൽ ചിലപ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ എവിടെ തന്നെ നമുക്ക് നഷ്ടമാവും. ഏറ്റു വെച്ചാൽ മുഴച്ചേ ഇരിക്കുള്ളൂ. എന്തായാലും മോളെ വാക്കുകള് എൻ്റെ കണ്ണ് തുറപ്പിച്ചു. എൻ്റെ മോളുടെ കൂടെ ഈ അമ്മ എന്നും ഉണ്ടാവും. എൻ്റെ കുഞ്ഞിന് നല്ലതിന് വേണ്ടിയിട്ട് ഇനി നമുക്ക് ഡിവോഴ്സ് ആണ് നല്ലതെങ്കിൽ അത് തന്നെയാണ് നല്ലത്. കൂടെ ഞാനുണ്ടല്ലോ. വിവാഹമോചനം കഴിഞ്ഞാൽ ഒരു സ്ത്രീ സമൂഹത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. വിവാഹമോചനം കഴിഞ്ഞാൽ പൊതുസമൂഹം പറയുന്നത് അത് സ്ത്രീയുടെ മാത്രം തെറ്റാണ് എന്നാണ്. പക്ഷേ അവൾ അനുഭവിക്കുന്ന വേദനകളും പീഡനങ്ങളും സമൂഹം തിരിച്ചറിയുന്നില്ല. തിരിച്ചറിയണമെങ്കിൽ അവൾ ഒന്നുകിൽ ആത്മഹത്യ ചെയ്യണം, എങ്കിൽ എല്ലാവരും മരണശേഷം അവളോടൊപ്പം ഉണ്ടാകും. മരണശേഷം അവളോടൊപ്പം നിന്നിട്ട് എന്താണ് കാര്യം? അയൽക്കാർ, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർ, എല്ലാവരും അവരെ പിന്നീട് ഒരു നെഗറ്റീവായിട്ട് മാത്രമേ കാണാറുള്ളൂ. അവരെ മിസ്യൂസ് ചെയ്യാനും അവരെക്കുറിച്ച് പരദൂഷണം പറയാനും മാത്രം. പിന്നെ വീട്ടുകാർക്ക് അവരൊരു തലവേദന കൂടിയാകും. നമ്മളെ സമൂഹം ഇനിയെങ്കിലും മാറണം. മറ്റു രാജ്യങ്ങളെപ്പോലെ വിവാഹമോചനം എന്നത് ഒരു പാപമല്ല. തുടർന്ന് നമുക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനം മാത്രമാണ്. അത് അവരുടെ ജീവിതത്തിന് നല്ലതാണെങ്കിൽ അത് നല്ലതിലോട്ട് തന്നെ ആവും.